അദ്ദേഹം മരിച്ചപ്പോ എനിക്കാവുമായിരുന്നെങ്കിൽ ഞാൻ വന്നേനേ മക്കളെ. നിന്നാണ പൊങ്കാലയ്ക്ക് പോലും ഞാൻ പോയില്ല, അത്രയ്ക്ക് വയ്യ. ഇപ്പൊ ഇത്രയും നേരത്തെ പോവൂ. അമ്മ പിന്നെ ഇറങ്ങട്ടാ മക്കളെ. ഇപ്പഴേ അവിടെ ചെന്നിട്ട് എന്തോന്ന് ചെയ്യാൻ? ഇനിയിപ്പോ 2 ദിവസം കൂടെ നിന്നിട്ട് പോയാ മതി. ഇവന്റെ പേരെന്തോന്ന്? ബ്രൂണോ. 2 ദിവസം കൊണ്ട് ഭയങ്കര ചൊറിച്ചില്, അതുകൊണ്ട് അകത്ത് കയറ്റത്തില്ല. അത് മറ്റുള്ള പട്ടികളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ് ഈ ചൊറിച്ചില് വരണത്. എന്റെ അവിടെ ഒരുത്തം ഉണ്ടായിരുന്നു, പാവം, ഇതുപോലെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഞാൻ പിന്നെ ചൂടുവെള്ളം കോരി മുഖത്തൊഴിച്ചു കൊടുത്ത് ശാപം. അത്രയും ചൊറഞ്ഞടത്തിടും വീട്ടിനകത്ത്. ഉള്ളി പൊളിക്കുന്നമ്മേ, ഇതെന്താ അരിഞ്ഞു വെക്കോ? ഞാൻ ഈ അടുപ്പേ ഇരിക്കുന്നത് നോക്കട്ടെ. ഞാൻ അവിടെ കലേര വീട്ടിൽ പോയി നിന്ന സമയത്ത് എന്നെ കൊണ്ട് അവര് പണിയെടുപ്പിച്ച് ചൂപ്പാട് വരുത്തി. എവളൊക്കെ വെള്ളം ഇറങ്ങാതെ ചാവും. ശവങ്ങള് ഞാൻ ചെയ്തോളാം അമ്മ, അവിടെ വെച്ചോ. അയ്യോ മക്കളെ പറഞ്ഞല്ല, എനിക്ക് മനസ്സിലായി. ഇവൻ ചത്തില്ലേ? പെമ്പിള്ളേര് ഇങ്ങനെയാണാ ഇരിക്കണത്? കാലടിപ്പിച്ചോയി, കാലടിപ്പിച്ചേടി. ഉഷേ, സന്ധ്യക്കാണ് പേൻ കൊല്ലണത്. വീട് മുടിഞ്ഞു പോവും. ഉഷേ, രാത്രി നേരത്താണ് നഖം വെട്ടണത്. പെണ്ണെ, തള്ളേ തന്തയ്ക്കും ദോഷം വരും. ഉഷേ, രാത്രി സമയത്താണ് പട്ടളപ്പടിയിൽ ഇരിക്കണത്. ഐശ്വര്യം വരില്ല. ഉഷേ, എന്തൊരു മക്കളെ? ഉഷേ,